ഹായ് ഫ്രണ്ട്സ്, ഫീനിക്സ് ഗ്രൂപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ബോട്ടണിയിലെ അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നതാണ്. ഈ ചാപ്റ്ററിൽ നിന്നും എൻട്രൻസിന് പല പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. Anatomically, the plant body is made of different types of tissues. Mainly, there are two types of tissue, meristematic and permanent. A group of immature cells which are in the state of division are called meristematic tissue. Meristematic tissue further dividing capable ആണ്. They may be apical or intercalary or lateral based on the position. പ്രധാനമായും 3 തരത്തിലുള്ള മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആണുള്ളത്: എപ്പിക്കൽ, ഇന്റർകാലറി ആൻഡ് ലാറ്ററൽ. A group of mature cells which lost the power of division and acquire definite shape are called permanent tissues. നമ്മൾ ആദ്യം പറഞ്ഞ ക്ലാസിഫിക്കേഷനിലെ പെർമനൻറ്റ് ടിഷ്യൂ അതിൻ്റെ മെരിസ്റ്റമാറ്റിക് കപ്പാസിറ്റി ലോസ് ചെയ്തതിനു ശേഷം പ്ലാന്റിൽ പെർമനൻ്റ് ആയിട്ട് തന്നെ കാണപ്പെടും. There are 3 types of permanent tissue, namely simple, complex and special type of tissues. A group of cell which is similar to perform same function are called simple tissues. They are parenchyma, collenchyma and sclerenchyma. Simple type of tissuesന് എക്സാമ്പിളാണ് parenchyma, collenchyma and sclerenchymatous cells. A group of more than one type of cells and work together are called complex tissues. They include xylem and phloem. 2-3 ടൈപ്പ് ഓഫ് സെൽസ് ഒരുമിച്ച് ഒരു ഫംഗ്ഷൻ ചെയ്യുന്നതിനാണ് കോംപ്ലക്സ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് സൈലവും ഫ്ലോയവും. Based on the structure and location, tissue systems are classified into 3 types. They are epidermal tissue system, ground tissue system and vascular tissue system. Epidermal tissue system includes epidermis, stomata, cuticle and hairs. Epidermal tissue system mainly includes epidermis, സ്റ്റൊമാറ്റ ഓപ്പണിങ്സ് ഫോർ ഗ്യാസ് എക്സ്ചേഞ്ച് ആണ്. അതുപോലെ തന്നെ ക്യൂട്ടിക്കിൾ പല ലീവ്സിലും നമുക്ക് കാണാൻ സാധിക്കും. അത് വാട്ടറിൻ്റെ അമിതമായ എൻട്രി തടയാനും സഹായിക്കും. വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം ഇൻക്ലൂഡ്സ് സൈലം ആൻഡ് ഫ്ലോയം. In a dicot stem, internally 15 to 20 vascular bundles are present, arranged in one ring called eustele. ഒരു ഡൈക്കോട്ട് സ്റ്റെമ്മിൽ 15 മുതൽ 20 വരെ വാസ്കുലർ ബണ്ടിൽസ് പ്രസൻ്റ് ആയിരിക്കും. അതൊരു റിംഗ് ഷേപ്പിലായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിനെ യൂസ്റ്റീൽ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നു. ഇൻ മോണോകോട്ട് സ്റ്റെം സെവറൽ വാസ്കുലർ ബണ്ടിൽസ് ആർ പ്രസൻറ്റ് ബട്ട് ദേ ആർ സ്കാറ്റേർഡ് ഇറഗുലർലി ആൻഡ് ഗ്രൗണ്ട് ടിഷ്യൂ കാൾഡ് അറ്റാസ്റ്റോസ്റ്റീൽ. ഇൻ ഓൾഡ് സ്റ്റെം ലെൻസ് ഷേപ്ഡ് ഓപ്പണിങ്സ് ആർ ഫോംഡ് ആർ കാൾഡ് ലെൻറ്റിക്കിൾസ്. ദേ ആർ ഹെൽപ്പ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. പ്ലാന്റ്സിൽ കാണപ്പെടുന്ന ലെൻസ് ഷേപ്ഡ് ഓപ്പണിങ്സ് ആണ് ലെൻറ്റിക്കിൾസ്. ഇത് മെയിനായിട്ട് സഹായിക്കുന്നത് ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിനാണ്. ഇത് പല പ്രാവശ്യം എൻട്രൻസിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഈ സെക്ഷനിൽ നമ്മൾ പ്രധാനമായും നോക്കുന്നത് ഡൈക്കോട്ട് പ്ലാന്റ്സിൻ്റെയും മോണോകോട്ട് പ്ലാന്റ്സിൻ്റെയും ഫീച്ചേഴ്സാണ്. മോണോകോട്ട് സ്റ്റെം. ഹിയർ ട്രൈക്കോംസ് ആർ ആബ്സെൻറ്റ്. ഹൈപ്പോഡെർമിസ് ഈസ് മെയ്ഡ് ഓഫ് സ്ക്ലീറൻകൈമാറ്റിക് സെൽസ്. Endodermis and pericycle are absent. General cortex is absent. Ground tissue also absent. Vascular bundles are numerous and arranged in scattered manner. ഇവിടെ സൈലവും ഫ്ലോയവും സ്കാറ്റേഡ് മാനറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സൈലത്തിൻ്റെ ഫ്ലോയത്തിൻ്റെ എണ്ണവും കൂടുതലായിരിക്കും. വാസ്കുലാർ ബണ്ടിൽ ഈസ് ഓവൽ ഇൻ ഷേപ്പ്. വാസ്കുലാർ ബണ്ടിൽ ഈസ് എൻക്ലോസ്ഡ് ബൈ എ ഫൈബ്രസ് ഷീത്ത്. വാസ്കുലാർ ബണ്ടിൽ ഈസ് ക്ലോസ്ഡ് ബിക്കോസ് ഇവിടെ ക്യാമ്പിയം ആബ്സെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ സൈലവും ഫ്ലോയും അടുത്തടുത്ത് തന്നെ ആയിരിക്കും സ്ഥിതി ചെയ്യുന്നത്. സൈലം വെസൽസ് ആർ ഫ്യൂ ഇൻ നമ്പർ. ഫോട്ടോസൈലം ലാക്യുണെ ആർ പ്രസൻറ്റ്. മെഡുല്ല ആൻഡ് മെഡുലറി റൈസ് ആർ ആബ്സെൻറ്റ്. പിത്ത് ക്യാവിറ്റീസ് ആർ പ്രസൻറ്റ്. മെഡുല്ല ആൻഡ് മെഡുലറി റൈസ് ആർ ആബ്സെൻറ്റ് ബിക്കോസ് മോണോകോട്ട് സ്റ്റെമ്മിൽ സെക്കൻഡറി തിക്കനിങ് നടക്കുന്നില്ല. അതുപോലെ തന്നെ സെക്കൻഡറി ഗ്രോത്തും അധികം നടക്കുന്നില്ല. അതുകൊണ്ടാണ് മെഡുലയും മെഡുലറി റേസും ആബ്സെൻ്റ് ആയിരിക്കുന്നത്. വെസൽസ് ആർ ജനറലി വൈ ഇൻ ഷേപ്പ്. ഫ്ലോയം പാരൻകൈമ ഈസ് ജനറലി ആബ്സെൻറ്റ്. നമുക്ക് മോണോകോട്ട് സ്റ്റെമ്മും ഡൈക്കോട്ട് സ്റ്റെമ്മും കമ്പയർ ചെയ്ത് പഠിക്കാവുന്നതാണ്.
അടുത്ത ഡൈക്കോസ്റ്റെമ്മിൻ്റെ പ്രത്യേകതകൾ നോക്കുകയാണെങ്കിൽ ട്രൈക്കോംസ് ആർ പ്രസൻ്റ് ആയിരിക്കും, പക്ഷേ മോണോകോട്ട് സ്റ്റെമ്മിൽ ട്രൈക്കോംസ് ആബ്സെൻ്റ് ആയിരുന്നു. ഹൈപ്പോഡെർമിസ് ഈസ് മെയ്ഡ് ഓഫ് കോളൻ കൈമാറ്റസ് സെൽസ്. ഡൈക്കോട്ട് സ്റ്റെമ്മിൽ ഹൈപ്പോഡെർമിസ് മെയ്ഡ് ചെയ്തിരിക്കുന്നത് കോളൻ കൈമാറ്റിക് സെല്ല് കൊണ്ടാണ്, പക്ഷേ മോണോകോട്ട് സ്റ്റെമ്മിൽ ഹൈപ്പോഡെർമിസ് മെയ്ഡ് അപ്പ് ഓഫ് സ്ക്ലീറൻ കൈമാറ്റിക് സെൽസ്. എൻഡോഡെർമിസ് ആൻഡ് പെരിസൈക്കിൾസ് ആർ ആബ്സെൻറ്റ്. മോണോകോട്ട് സ്റ്റെമ്മിൽ എൻഡോഡെർമിസും പെരിസൈക്കിളും ആബ്സെൻ്റ് ആണ്. ഇതിന് നേരെ വിപരീതമായിരിക്കും ഡൈക്കോട്ട് സ്റ്റെമ്മിൽ. ഹിയർ എൻഡോഡെർമിസ് ആൻഡ് പെരിസൈക്കിൾസ് ആർ പ്രസൻറ്റ്. ഡൈക്കോട്ട് സ്റ്റെമ്മിൽ എൻഡോഡെർമിസും പെരിസൈക്കിളും പ്രസൻ്റ് ആണ്. ജനറൽ കോർട്ടക്സ് ഈസ് പ്രസൻറ്റ്. ഡൈക്കോട്ട് സ്റ്റെമ്മിൽ ജനറൽ കോർട്ടക്സും പ്രസൻ്റ് ആണ്. എൻഡോഡെർമിസും പെരിസൈക്കിളും അതുപോലെ തന്നെ ജനറൽ കോർട്ടക്സും പ്രസൻ്റ് ആണ്. ഗ്രൗണ്ട് ടിഷ്യൂ ആബ്സെൻറ്റ് ഇൻ കേസ് ഓഫ് ഡൈക്കോട്ട് സ്റ്റെം. പക്ഷേ മോണോകോട്ട് സ്റ്റെമ്മിൽ ഡൈക്കോട്ട് സ്റ്റെമ്മിനെ അപേക്ഷിച്ച് ഗ്രൗണ്ട് ടിഷ്യൂ പ്രസൻ്റ് ആയിരിക്കും, പക്ഷേ ഡൈക്കോട്ട് സ്റ്റെമ്മിൽ ഗ്രൗണ്ട് ടിഷ്യൂ ആബ്സെൻ്റ് ആണ്. വാസ്കുലാർ ബണ്ടിൽസ് ആർ ഫ്യൂ ഇൻ നമ്പർ ആൻഡ് അറേഞ്ച്ഡ് ഇൻ എ സർക്കുലർ റിംഗ്. ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ ഒരു പ്രത്യേകതയാണ് വാസ്കുലാർ ബണ്ടിൽസ് ഒരു സർക്കുലർ റിങ്ങിൻ്റെ മാനറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മോണോകോട്ട് സ്റ്റെമ്മിൽ പ്രത്യേകം ഒരു മാനറില്ല, സ്കാറ്റേർഡ് ഷേപ്പിലാണ് കാണപ്പെടുന്നത്. വാസ്കുലാർ ബണ്ടിൽ ഈസ് ടോപ്പ് ഷേപ്പ് ആൻഡ് വെഡ്ജ് ഷേപ്പ്. വാസ്കുലാർ ബണ്ടിൽ ഈസ് നോട്ട് എൻക്ലോസ്ഡ് ബൈ എ ഫൈബ്രസ് ഷീത്ത്. ഡൈക്കോട്ട് സ്റ്റെമ്മിൽ വാസ്കുലാർ ബണ്ടിൽ ഫൈബ്രസ് ഷീത്ത് കൊണ്ട് കവർ ചെയ്തിട്ടില്ല, പക്ഷേ മോണോകോട്ട് സ്റ്റെമ്മിൽ ഫൈബ്രസ് ഷീത്ത് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഹിയർ വാസ്കുലാർ ബണ്ടിൽ ഈസ് ഓപ്പൺ. ഡൈക്കോട്ട് സ്റ്റെമ്മിൽ വാസ്കുലാർ ബണ്ടിൽ ഓപ്പൺ ആണ്, പക്ഷേ മോണോകോട്ട് സ്റ്റെമ്മിൽ വാസ്കുലാർ ബണ്ടിൽ ക്ലോസ്ഡ് ആണ്. ഡൈക്കോട്ട് സ്റ്റെമ്മിൽ വാസ്കുലാർ ബണ്ടിൽ ഓപ്പൺ ആവാൻ കാരണം ഇതിൻ്റെ സൈലത്തിൻ്റെ ഫ്ലോയത്തിൻ്റെ ഇടയ്ക്ക് ഒരു ക്യാമ്പിയം ഉണ്ടാകും, അതുകൊണ്ടാണ് വാസ്കുലാർ ബണ്ടിൽ ഓപ്പൺ ആയിരിക്കുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. സൈലം വെസൽസ് ആർ മോർ ഇൻ നമ്പർ. പ്രോട്ടോസൈലം ലാക്രിന ആർ ആബ്സെൻറ്റ്. മെഡുല്ല ആൻഡ് മെഡുലറി റൈസ് ആർ പ്രസൻറ്റ്. ഡൈക്കോട്ട് സ്റ്റെമ്മിൽ മെഡുല്ലയും മെഡുലറി റൈസും പ്രസൻ്റ് ആയിരിക്കും, പക്ഷേ മോണോകോട്ട് സ്റ്റെമ്മിൽ മെഡുല്ല ആൻഡ് മെഡുലറി റൈസ് ആർ ആബ്സെൻറ്റ്. അടുത്ത പോയിന്റ് നോക്കാം. പിത്ത ക്യാവിറ്റീസ് ആർ ആബ്സെൻറ്റ്. വെസൽസ് ആർ ഇൻ സീരിയൽ ഓർഡർ. ഇവിടെ വെസൽസ് എല്ലാം ഒരു സീരിയൽ അറേഞ്ച്മെൻറ്റിലായിരിക്കും. ഫ്ലോയം പാരൻകൈമ ഈസ് പ്രസൻ്റ് ആയിരിക്കും. ഡൈക്കോട്ട് സ്റ്റെമ്മിൽ ഫ്ലോയം പാരൻകൈമ പ്രസൻ്റ് ആണ്, പക്ഷേ മോണോകോട്ട് സ്റ്റെമ്മിൽ ഫ്ലോയം പാരൻകൈമ ആബ്സെൻ്റ് ആണ്. ഇവയാണ് പ്രധാനമായും ഡൈക്കോട്ട് സ്റ്റെമ്മും മോണോകോട്ട് സ്റ്റെമ്മിനും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ. അടുത്തതായി നമുക്ക് ഡൈക്കോട്ട് റൂട്ടും മോണോകോട്ട് റൂട്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം മോണോകോട്ട് റൂട്ട്. കോർട്ടക്സ് ഈസ് റിലേറ്റീവ്ലി ബിഗ്ഗർ. പെരിസൈക്കിൾ ഈസ് ഓഫൺ മൾട്ടി ലെയേർഡ്. പെരിസൈക്കിൾ പ്രൊഡ്യൂസ് ഓൺലി ലാറ്ററൽ റൂട്ട്സ്. വാസ്കുലാർ ബണ്ടിൽസ് ആർ മോർ ദാൻ 6 in number. Xylem is polyarch. Medulla is very big. സെക്കൻഡറി ഗ്രോത്ത് ഈസ് ആബ്സെൻറ്റ്. നമുക്കറിയാം മോണോകോട്ട് റൂട്ടിൽ സെക്കൻഡറി ഗ്രോത്ത് ആബ്സെൻ്റ് ആയിരിക്കും. കോർട്ടക്സ് ഇവിടെ റിലേറ്റീവ്ലി ബിഗർ ഇൻ സൈസുമായിരിക്കും. വാസ്കുലാർ ബണ്ടിൽസ് ആർ ന്യൂമറസ് ഇൻ നമ്പർ ആൻഡ് ദേ ആർ യൂഷ്വലി മോർ ദാൻ 6. സൈലം ഈസ് പോളിയാർക്ക്. അടുത്തതായി നമുക്ക് ഡൈക്കോട്ട് റൂട്ടും ഇതും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡൈക്കോട്ട് റൂട്ടിൽ കോർട്ടക്സ് ഈസ് സ്മോളർ. നമ്മൾ മോണോകോട്ട് റൂട്ടിൽ കണ്ടത് കോർട്ടക്സ് ഈസ് റിലേറ്റീവ്ലി ബിഗ് ഇൻ സൈസ് എന്നാണ്. ഇവിടെ പെരിസൈക്കിൾ ഈസ് സിംഗിൾ ലെയർഡ്. ഡൈക്കോട്ട് റൂട്ടിൽ പെരിസൈക്കിൾ ഒരു ലെയർ മാത്രമേ കാണപ്പെട്ടുള്ളൂ, പക്ഷേ മോണോകോട്ട് റൂട്ടിൽ പെരിസൈക്കിൾ മൾട്ടി ലെയർഡ് ആയിരിക്കും. ഡൈക്കോട്ട് റൂട്ടിൽ പെരിസൈക്കിൾ ഗീവ് റൈസ് ടു ലാറ്ററൽ റൂട്ട്സ് ആൻഡ് ആൾസോ പ്രൊഡ്യൂസസ് വാസ്കുലാർ ക്യാമ്പിയം ഡ്യൂറിങ് സെക്കൻഡറി ഗ്രോത്ത്. നമുക്കറിയാം ഡൈക്കോട്ട് റൂട്ട് സെക്കൻഡറി ഗ്രോത്ത് കാണപ്പെടുന്നു, അതുപോലെ മോണോകോട്ട് റൂട്ടിൽ സെക്കൻഡറി ഗ്രോത്ത് കാണപ്പെടുന്നില്ല. ഇവിടെ പെരിസൈക്കിളിൽ നിന്നും ലാറ്ററൽ റൂട്ട് എറേസ് ചെയ്യുകയും ചെയ്യുന്നു. വാസ്കുലാർ ബണ്ടിൽസ് റേഞ്ച് ഫ്രം 2 to 6 in number. ഡൈക്കോട്ട് റൂട്ടിൽ 2 മുതൽ 6 വരെ വാസ്കുലാർ ബണ്ടിൽസ് കാണപ്പെടുന്നു. മോണോകോട്ട് റൂട്ടിലാവട്ടെ വാസ്കുലാർ ബണ്ടിൽസ് മോർ ദാൻ 6 ആയിരിക്കും. 6-നേക്കാളും കൂടുതലായിരിക്കും മോണോകോട്ട് റൂട്ടിൽ വാസ്കുലാർ ബണ്ടിൽസിൻ്റെ എണ്ണം. സൈലം ഈസ് മോണോ ആർക്ക് ടു ടെട്രാർക്ക്. മെഡുല്ല ഈസ് വെരി സ്മാൾ ഓർ ആബ്സെൻറ്റ്. ഡൈക്കോട്ട് റൂട്ടിൽ മെഡുല്ല വെരി സ്മാൾ അതുപോലെ തന്നെ ആബ്സെൻറ്റും ആയിരിക്കും, പക്ഷേ മോണോകോട്ട് റൂട്ടിൽ മെഡുല്ല വളരെ ബിഗ് ആയിരിക്കും. ഡൈക്കോട്ട് റൂട്ടിൽ സെക്കൻഡറി ഗ്രോത്ത് ഒക്കോർ ചെയ്യുന്നു. അത് നമുക്കറിയാവുന്ന പോലെ പ്രധാന വ്യത്യാസമാണ്. ഹാർട്ട് വുഡ് ആൻഡ് സാപ്പ് വുഡ്.
With the increase of age of the tree, the wood undergoes a number of physical and chemical changes. The older wood gradually loses water and stores food substance and become infiltrated with various organic compounds such as oils, gums, resins, tannins, etc. Hence, the older xylem present in the center appears dark in color. This is called heartwood and duramen. സൈലം വെസൽസ് ആണ് മെയിനായിട്ടും ഡാർക്ക് കളറിൽ അപ്പിയർ ചെയ്യുന്നത്. ഇതിൻ്റെ വാട്ടർ കണ്ടക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി പോവുകയും ഇത് വളരെ ഡാർക്ക് കളറിൽ അപ്പിയർ ചെയ്യുകയും ചെയ്യുന്നു. ഇറ്റ് ഈസ് വെരി ഹാർഡ് ആൻഡ് ഡ്യൂറബിൾ. ഹാർട്ട്വുഡ് കനോട്ട് കണ്ടക്ട് വാട്ടർ ആൻഡ് സാൾട്ട്സ് ബിക്കോസ് ഓഫ് ദ ഗ്രോത്ത് ഓഫ് ടൈലോസസ് ഇൻ ദ ലൂമൻ ഓഫ് ദ സൈലം വെസൽസ്. ടൈലോസസിൻ്റെ ആക്ടിവിറ്റി കാരണമാണ് സൈലം വെസൽസിൻ്റെ വാട്ടർ കണ്ടക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി പോകുന്നതും ഇത് ടാനിൻ, റെസിൻ തുടങ്ങിയ ഓർഗാനിക് സബ്സ്റ്റൻസ് അടിഞ്ഞുകൂടി ഇത് കട്ടിയുള്ള വുഡായി മാറുകയും ചെയ്യുന്നു. ദ ഹാർട്ട്വുഡ് ഗീവ്സ് മെക്കാനിക്കൽ സ്ട്രെങ്ത് ടു ദ ട്രീ. ദ ന്യൂലി ഫോംഡ് സെക്കൻഡറി സൈലം ഈസ് ഫോംഡ് ഇൻ ദ പെരിഫറൽ പാർട്ട് ഓഫ് ദ ട്രീ. പുതിയതായി ഫോം ചെയ്യുന്ന സൈലം വെസൽസ് ഫോം ചെയ്യുന്നത് പെരിഫറൽ പാർട്ടിലാണ്. ആൻഡ് ആൾസോ ദിസ് വുഡ് ഈസ് നോൺ ആസ് സാപ്വുഡ്. It is light in color and is active conducting water. സാപ്വുഡ് ഡാർക്ക് വുഡിനെ അപേക്ഷിച്ച് ലൈറ്റ് കളറായിരിക്കും. പുതിയതായി ഫോം ചെയ്യുന്ന സൈലം വെസൽസ് ഫുഡും വാട്ടറും സപ്ലൈ ചെയ്യുന്നു. പഴയ സൈലം വെസൽസ് റെനിനും ടാനിൻസും തുടങ്ങിയ ഓർഗാനിക് സബ്സ്റ്റൻസ് അടിഞ്ഞുകൂടി അതിൻ്റെ കപ്പാസിറ്റി പോവുകയും അത് ഹാർട്ട് വുഡിൻ്റെ പരിണാമത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നു. അറ്റ് ടൈം പാസസ് സാപ്വുഡ് ഗ്രാജുവലി ചേഞ്ചസ് ടു ഹാർട്ട് വുഡ്. സമയം കഴിയുന്തോറും പുതിയതായി ഫോം ചെയ്യുന്ന സാപ്വുഡും ഹാർട്ട് വുഡിൻ്റെ ഫോമിലേക്ക് മാറപ്പെടുന്നു. നമ്മളൊരു ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ താരതമ്യേന നടുക്ക് കാണപ്പെടുന്നത് ഹാർട്ട് വുഡും പെരിഫറിയിൽ കാണപ്പെടുന്നത് സാപ്വുഡും ആയിരിക്കും. ആനുവൽ റിങ്സ്. ഇൻ ടെമ്പറേറ്റ് റീജിയൻസ് ആൻഡ് കോൾഡ് റീജിയൻസ് ദ ആക്ടിവിറ്റി ഓഫ് ദ കാമ്പിയം ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ സീസണൽ വേരിയേഷൻസ്. ഡ്യൂറിംഗ് ദ ഫേവറബിൾ സീസൺ ഹാർട്ട് വുഡ് does not form and sapwood forms more in number. In spring, when more leaves and flowers are formed, the plant requires a large amount of water and mineral salts. Hence, the wood formed in the period shows more number of xylem vessels with wider lumens. This is known as spring wood or early wood. The color of this wood light during the unfavorable season. In autumn, the plant are less active and do not require more water and mineral salts. Hence, the wood produced in the period shows less number of the xylem vessels with narrow lumens. It is generally dark in color. Plant less active ആയിരിക്കുന്ന സമയത്ത് അത് കണ്ടക്ട് ചെയ്യുന്ന ഫുഡിൻ്റെയും മിനറൽസിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ സൈലം വെസൽസ് നാരോ ലൂമനിൽ കാണപ്പെടുന്നു. ഈ സമയത്തുള്ള വുഡ് ഡാർക്ക് കളറിലും അപ്പിയർ ചെയ്യുന്നു. In this way, two types of secondary xylem are produced in 1 year. ഈ രണ്ട് സൈലവും ഫോം ചെയ്യുന്നത് വഴി രണ്ട് ടൈപ്പിലുള്ള രണ്ട് റിങ്ങും ഫോം ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. They appear in the form of dark and light colored circles alternately in a mature tree trunk. These are called annual rings or growth rings or seasonal rings. നമ്മളിവിടെ കണ്ടതുപോലെ രണ്ട് സീസണിലും രണ്ട് ടൈപ്പ് ഓഫ് റിംഗ് ആണ് ഫോം ചെയ്യുന്നത്. ഒന്ന് ലൈറ്റ് കളറും ഒന്ന് ഡാർക്ക് കളറുമായിരിക്കും. ഇതുവഴി നമുക്ക് ഒരു ട്രീയുടെ ഏജ് തന്നെ കണ്ടെത്താൻ സാധിക്കും. ബൈ കൗണ്ടിങ് ദ നമ്പർ ഓഫ് ആനുവൽ റിങ്സ് ദ അപ്രോക്സിമേറ്റ് ഏജ് ഓഫ് ദ ട്രീ ക്യാൻ ബി എസ്റ്റിമേറ്റഡ്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോംപ്ലക്സ് ടിഷ്യൂസായ സൈലത്തെയും ഫ്ലോയത്തെയും പറ്റിയാണ്. സൈലം. ഇറ്റ് ഈസ് എ കണ്ടക്റ്റിംഗ് ടിഷ്യൂ, ഹെൽപ്സ് ഇൻ കണ്ടക്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം റൂട്ട് to stem and leaves. It is composed of 4 elements, namely tracheids, vessels, xylem fibers and xylem parenchyma. സൈലം പ്രധാനമായും ചെയ്യുന്നത് റൂട്ടിൽ നിന്നും വലിച്ചെടുക്കുന്ന മിനറൽസും വാട്ടറും സ്റ്റെമ്മിലേക്കും ലീവ്സിലേക്കും എത്തിക്കുക എന്നുള്ളതാണ്. സൈലത്തിന് പ്രധാനമായും 4 എലമെൻറ്റ്സ് ഉണ്ട്. ട്രക്കീഡ്സ്, വെസൽസ്, സൈലം ഫൈബേഴ്സ് ആൻഡ് സൈലം പാരങ്കൈമ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ട്രക്കീഡ്സ് ആണ്. ട്രക്കീഡ്സ് ആർ ഇലോങ്ങേറ്റഡ് ട്യൂബ് ലൈക്ക് സ്ട്രക്ചേഴ്സ് വിത്ത് ലിഗ്നിഫൈഡ് വാൾസ് ആൻഡ് ടാപ്പേഡ് എൻഡ്സ്. These are dead and are without protoplasm.
വെസൽസ് ആർ ലോങ് സിലിണ്ടറിക്കൽ ട്യൂബ് ലൈക്ക് സ്ട്രക്ചേഴ്സ്. ട്രക്കേറ്റ്സിന് ഒരു ഇലോങ്ങേറ്റഡ് ഷേപ്പാണുള്ളത്. ഇതിൻ്റെ വാൾസ് ലിഗ്നിഫൈഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഇത് ഡെഡ് ടിഷ്യൂ ആണ്. അതുകൊണ്ട് ഇതിന് പ്രോട്ടോപ്ലാസം ഉണ്ടായിരിക്കുകയില്ല. വെസൽസ് ആർ ഇൻ്റർ കണക്റ്റഡ് ബൈ പെർഫറേഷൻസ് ഓൺ ദെയർ വാൾസ്. ട്രക്കേറ്റ്സിൻ്റെ കോശഭിത്തിയിലുള്ള പെർഫറേഷൻസ് വഴി ബാക്കിയുള്ള എല്ലാ ട്യൂബുമായിട്ടും ഇൻ്റർ കണക്റ്റഡ് ആയിരിക്കും. ബോത്ത് ട്രക്കേറ്റ്സ് ആൻഡ് വെസൽസ് ആർ ദ മെയിൻ വാട്ടർ ട്രാൻസ്പോർട്ടിംഗ് ചാനൽസ്. Xylem fibers are long with thick walls and narrow lumens. Gives mechanical strength and also protection to the trees. ട്രക്കേറ്റ്സ് പോലെ തന്നെ അടുത്തൊരു സൈലത്തിൻ്റെ എലമെൻ്റാണ് സൈലം ഫൈബേഴ്സ്. സൈലം ഫൈബേഴ്സ് വളരെ ലോങ്ങും അതുപോലെ തന്നെ തിക്കുമായിരിക്കും. സൈലം പാരൻകൈമ സെൽസ് ആർ ലിവിങ് ആൻഡ് തിൻ വാൾഡ് സെൽസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ്. ദേ സ്റ്റോർ ഫുഡ് മെറ്റീരിയൽസ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാർച്ച് ഓർ ഫാറ്റ്. സൈലം പാരൻകൈമ ലിവിങ് ടിഷ്യൂ ആണ്. പക്ഷേ സൈലത്തിൻ്റെ മറ്റൊരു എലമെൻ്റായ ട്രക്കേറ്റ്സ് ഡെഡ് ആണ്. സൈലം പാരൻകൈമ ലിവിങ് ടിഷ്യൂ ആയതുകൊണ്ട് തന്നെ ഇതിന് ഫുഡും മറ്റ് മെറ്റീരിയൽസും സ്റ്റോർ ചെയ്യാൻ സാധിക്കും. സ്റ്റോർ ചെയ്യുന്നത് സ്റ്റാർച്ചോ ഓർ ഫാറ്റിൻ്റെ രൂപത്തിലായിരിക്കും. സൈലത്തിൻ്റെ എലമെൻ്റായ ട്രക്കേറ്റ്സിനെ പറ്റി പല പ്രാവശ്യം എൻട്രൻസിൽ ആവർത്തിച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. അടുത്തതായി നമുക്ക് ഫ്ലോയത്തെക്കുറിച്ച് നോക്കാം. ഫ്ലോയം, ഇറ്റ്സ് എ കോംപ്ലക്സ് ടിഷ്യൂ, ഹെൽപ്സ് ഇൻ കണ്ടക്ഷൻ ഓഫ് ഫുഡ് മെറ്റീരിയൽസ് ആൻഡ് ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് സീവ് ട്യൂബ് എലമെൻറ്റ്സ്, കമ്പാനിയൻ സെൽസ്, ഫ്ലോയം പാരൻകൈമ ആൻഡ് ഫ്ലോയം ഫൈബേഴ്സ്. നമ്മൾ സൈലത്തിനെ പറ്റി പഠിച്ചതുപോലെ 4 എലമെൻറ്റ്സ് ഫ്ലോയത്തിലും നമുക്ക് പഠിക്കാൻ സാധിക്കുന്നു. സൈലത്തിൽ ട്രക്കേറ്റ്സ് പോലെ ഫ്ലോയത്തിലെ ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് സീവ് ട്യൂബ് എലമെൻറ്റ്സ്. സീവ് ട്യൂബ് എലമെൻറ്റ്സ് ആർ ലോങ് ട്യൂബ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആൻഡ് ആർ അസോസിയേറ്റഡ് വിത്ത് കമ്പാനിയൻ സെൽസ്. A mature sieve element shows peripheral cytoplasm and a large vacuole but lack of a nucleus. സീവ് ടു എലമെൻസിൽ ന്യൂക്ലിയസ് ആബ്സെൻ്റ് ആണ്. അതുപോലെ തന്നെ സീവ് ടു എലമെൻറ്റ്സ് എപ്പോഴും കമ്പാനിയൻ സെൽസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കും. The companion cells are specialized parenchymatous cells which are connected to sieve two elements by pit fields. The companion cells helps in maintaining the pressure gradient in the sieve tubes. കമ്പാനിയൻ സെൽസ് മെയിനായിട്ടും സീവ് ടു എലമെൻസിലെ പ്രഷർ ഗ്രേഡിയൻറ്റ് നിലനിർത്താൻ സഹായിക്കും. ഫ്ലോയം പാരൻകൈമ ഈസ് മെയ്ഡ് ഓഫ് സിലിണ്ടറിക്കൽ സെൽസ് വിച്ച് ഹാവ് ഡെൻസ് സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ്. ഫ്ലോയം പാരൻകൈമയിൽ ഡെൻസ് സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും നമുക്ക് കാണാൻ സാധിക്കുന്നു. പക്ഷേ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ സീവ് ടു എലമെൻസിൽ ന്യൂക്ലിയസ് ആബ്സെൻ്റ് ആയിരിക്കും. ഇൻ ഫ്ലോയം പാരൻകൈമ ദ സെൽ വാൾ ഈസ് കമ്പോസ്ഡ് ഓഫ് സെല്ലുലോസ് ആൻഡ് പിറ്റ്സ്. ഇതിൻ്റെ കോശഭിത്തി സെല്ലുലോസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. ഇറ്റ് സ്റ്റോർസ് ഫുഡ് മെറ്റീരിയൽസ് ആൻഡ് അതർ സബ്സ്റ്റൻസ് ലൈക്ക് റെസിൻസ്, ലാറ്റക്സ് ആൻഡ് മ്യൂസിലേജ്. ഫ്ലോയം പാരൻകൈമയിലാണ് പ്ലാന്റ്സിൻ്റെ സെക്കൻഡറി മെറ്റബോളിറ്റ്സ് ആയ റെസിൻസും ലാറ്റക്സും മ്യൂസിലേജും മറ്റും സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഫ്ലോയം ഫൈബേഴ്സ് ആർ ലോങ് ആൻഡ് ഇലോങ്ങേറ്റഡ് വിത്ത് അൺബ്രാഞ്ച്ഡ് സെൽസ് വിത്ത് പോയിൻറ്റഡ് അപ്പിസസ്. ഫ്ലോയം ഫൈബേഴ്സ് വളരെ ഇലോങ്ങേറ്റഡ് ആണ്, പക്ഷേ അത് അൺബ്രാഞ്ച്ഡ് ആണ്. നമ്മൾ സൈലത്തിൻ്റെ എലമെൻ്റായ സൈലം ഫൈബേഴ്സിനെ പഠിച്ചതുപോലെ ഫ്ലോയം ഫൈബേഴ്സും പ്ലാന്റിന് മെക്കാനിക്കൽ സപ്പോർട്ടും സ്ട്രെങ്ത്തും നൽകുന്നു. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തുടർന്നും ഞങ്ങളുടെ വീഡിയോ ലഭിക്കുവാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.